നമസ്കാരം. ഓ ഓ ഓ കുജനം രമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 31. അകമ്പനൻ ശ്രീരാമനെ അശക്തനാക്കാനുള്ള ഒരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ് രാവണന്. സീതയെ അപഹരിക്കുകയാണ് ഏറ്റവും നല്ല മാർഗമെന്ന് അകമ്പനൻ പറയുന്നു. അത് രാവണകുലത്തിൻ്റെ സർവനാശത്തിനാണെന്ന് അകമ്പനൻ മനസ്സിലാക്കുന്നില്ല. ഇത് കേട്ട് വിഡ്ഢിയായ രാവണൻ ഉടനെ തന്നെ മാരീചനെ കാണാനായി താടകയ വാസസ്ഥാനത്തേക്ക് പോകുന്നു. അവിടെ ചെന്ന് മാരീചനെ കാര്യം ധരിപ്പിക്കുന്നു, സീതയെ അപഹരിക്കണമെന്ന്. അപ്പോൾ മാരീചനറിയാം ഒരിക്കലും ശ്രീരാമനെ തോൽപ്പിക്കാൻ ആരാലും സാധ്യമല്ല എന്ന്. സീതയെ അപഹരിച്ചു സ്വന്തമാക്കാനും രാവണന് കഴിയുകയില്ല എന്ന് മാരീചന് അറിയാവുന്നതുകൊണ്ട് ആരാണ് ഈ സർവനാശകരമായ ഉപദേശം അങ്ങയ്ക്ക് തന്നത്, അവൻ അങ്ങയുടെ ശത്രു തന്നെയാണെന്നുള്ളതിന് സംശയമില്ല എന്ന് രാമനെ അറിയിക്കുന്നു. പാമ്പിൻ്റെ വായിൽ നിന്നും വിഷപ്പല്ല് പറപ്പിക്കാനാണ് അവൻ ഇച്ഛിക്കുന്നത് എന്ന് രാമനെ ഓർമ്മിപ്പിക്കുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 45. കർമ്മണാനേനകേനാസി കാ പഥം പ്രതിപാദിതഃ സുഖ സുപ്തസ്യ തേ രാജൻ പ്രഹൃതം കേന മൂർധനി. ശ്ലോകം 45-ൻ്റെ അർത്ഥം: ഈ പ്രവൃത്തിയാൽ അങ്ങയെ ആപത്തിൻ്റെ വഴിയിലേക്ക് തള്ളിവിട്ടവൻ ആരാണ്? സുഖനിദ്ര ചെയ്യുന്ന ഭവാന്റെ ശിരസിൽ പ്രഹരം ഏൽപ്പിക്കുന്നവനാണ് അവൻ. ശ്ലോകം 46. വിശുദ്ധ വംശാഭിജനാഗ്രഹസ്ഥ തേജോമത സംസ്ഥിതദോർവിഷാണഃ ഉദീക്ഷിതും രാവണനേഹയുക്തഃ സ സംയുഗേ രാഘവ ഗന്ധഹസ്തി. രാവണ, വിശുദ്ധ വംശജനനമെന്ന തുമ്പിക്കൈ, തേജസ്സാകുന്ന മതം, ഭുജങ്ങളാകുന്ന കൊമ്പുകൾ ഇവയോടുകൂടിയ രാമനെന്ന മത്തഗജത്തെ യുദ്ധത്തിൽ നേരിട്ട് നോക്കാൻ പോലും കഴിയില്ല. ശ്ലോകം 47. അസൗരണാന്തസ്ഥിതി സന്ധിവാലോ വിദഗ്ധരക്ഷോ മൃഗഃ നൃസിംഹഃ സുപ്തസ്ത്വയാ ബോധയിതും ന ശക്യഃ ശരാംഗപൂർണോ നിശിതാസി ദംഷ്ട്രഃ. രണാന്തസ്ഥിതിയിലെ ധീരതയെന്ന ഉയർത്തിപ്പിടിച്ച വാല്, നിശിത ശരനഖങ്ങൾ, മൂർച്ചയുള്ള വാളാകുന്ന ദംഷ്ട്രങ്ങൾ, ഇപ്രകാരമുള്ള ആ നരസിംഹം രാക്ഷസന്മാരാകുന്ന മാനുകളെ ഹനിക്കുന്നവനാണ്. ഉറങ്ങുന്ന സിംഹത്തെ നീ ഉണർത്തുന്നത് നല്ലതിനല്ല. ശ്ലോകം 48. ചവാപഹാരേ ഭുജവേഗപങ്കേ ശിരോർമിമാലേ സുമഹാഹവൗഖേ ന രാമ പാതാളമുഖേതി ഘോരേ പ്രസ്കന്ദിതും രാക്ഷസരാജയുക്തം. 48-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: രാക്ഷസരാജ, ചാപങ്ങളാകുന്ന മുതലകൾ, ഭുജവേഗമാകുന്ന ചളിച്ചാർത്ത്, ശരങ്ങളാകുന്ന തിരമാലകൾ, പോരാട്ടമാകുന്ന ഒഴുക്ക്, ഇങ്ങനെ അതിഘോരമായ രാമപാതാളത്തിലേക്ക് നീ കുതിച്ചു ചാടുന്നത് ആപത്താണ്. ശ്ലോകം 49. പ്രസീദ ലങ്കേശ്വര രാക്ഷസേന്ദ്ര ലങ്കാം പ്രസന്നോ ഭവ സാധു ഗച്ഛ ത്വം സ്വേഷു ദ്വാരേഷു രമസ്വ നിത്യം
രാമസഭാര്യോ രമതാം വനേഷു. ലങ്കേശ്വര, സന്തോഷിച്ചിരിക്കുക, ലങ്കയിലേക്ക് സന്തുഷ്ടനായി തിരിച്ചു പോവുക, അങ്ങു സ്വന്തം പത്നിമാരോടുകൂടി രമിച്ചു കഴിയുക, രാമൻ കാട്ടിൽ ഭാര്യയോടുകൂടി രമിച്ചു കൊള്ളട്ടെ. ശ്ലോകം 50. ഏവമുക്തോ ദശഗ്രീവോ മാരീചേന സ രാവണഃ ന്യവർത്തത പുരിം ലങ്ക വിവേശ ച ഗൃഹോത്തമം. 50-ാമത്തെ ശ്ലോകം 31-ാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. മാരീചൻ ഇപ്രകാരം പറഞ്ഞത് കേട്ട് ദശഗ്രീവനായ രാവണൻ ലങ്കാപുരിയിലേക്ക് തിരിച്ചു പോന്ന് തൻ്റെ മഹത്തമമായ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. ലോകാ